എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കുട്ടിയുടെ അടുത്ത ബന്ധുവായ പ്രതി 1.5 വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. ഇന്നലെ പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മയുമായി തെളിവെടുപ്പും നടത്തും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതോടൊപ്പം അമ്മയോടൊപ്പം തെളിവെടുപ്പും ഇന്ന് നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ കുട്ടിയുടെ മരണവും അതോടൊപ്പം തന്നെ കുട്ടി പീഡനത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിന് ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയും നേതൃത്വം നൽകുന്നു. ഇന്നലെ നമുക്കറിയാം കുട്ടിയുടെ ഇളയച്ചനെയാണ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതും. അതിക്രൂരമായ പീഡനമാണ് നടത്തിയതെന്നത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. 1.5 വർഷത്തോളം പ്രകൃതിവിരുദ്ധ പീഡനമടക്കം ഈ കുട്ടിയെ ഇരയാക്കി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആണോ കൊലപാതകമെന്ന ഒരു സംശയമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ ഈ കുട്ടിയെ കൊന്ന കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെയും കുട്ടിയുടെ അമ്മ ഈ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്നാണ് അമ്മ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായും കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് ആലോചിച്ചിരുന്നു. തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോയാൽ കുട്ടി വലിയ രീതിയിൽ പീഡനം നേരിടുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ മൊത്തത്തിൽ തന്നെ കുട്ടിയെയും തന്നെയോട് അകറ്റുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഇതിലെല്ലാം കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു ഈ കുടുംബത്തോടെ എന്നതാണ് അമ്മ പറയുന്നത്. അതാണ് കൊലപാതകത്തിനുള്ള പ്രേരണ എന്ന ഒരു നിലപാടാണ് അമ്മ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഇതുതന്നെയായിരുന്നു ആദ്യഘട്ടത്തിലും ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് അമ്മ ഇപ്പോഴും മൊഴിയായി നൽകുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഇന്ന് കുട്ടിയുടെ അമ്മയെ സംഭവം ഈ കൊലപാതകം നടത്തിയ ആ പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുമായി പോയ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനു മുൻപായി തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഇളയച്ചൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഇന്ന് സമർപ്പിക്കുക. എന്നിട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവും. ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഉണ്ടാവും. കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പീഡനം ഒരു കാരണമായിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് പോലീസിനുള്ളത്. അതുകൂടെ ദൂരീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാവും നടക്കുക. രോഹിണി, സുധീഷ്, നമുക്കറിയാം അങ്ങേയറ്റം സങ്കീർണമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. തെളിവുകളുടെ അഭാവം ഒന്നും വരാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ അമ്മ മാത്രമല്ല പ്രതി എന്നുള്ളതാണ്. 1.5 വയസ്സ് മുതൽ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പ്രതി കൂടി ഉൾപ്പെടുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ ആയില്ലേ ഈ തെളിവെടുപ്പ് സമയത്തെല്ലാം അമ്മയെയും പ്രതിയുമായിട്ടെല്ലാം ഈ തെളിവെടുപ്പ് നടത്തുന്നത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഇന്നലെ തന്നെ നമുക്കറിയാം ഈ കുട്ടി താമസിച്ചിരുന്ന വീട്ടിലും കുട്ടിയുടെ ഇളയച്ചൻ താമസിച്ചിരുന്ന വീട്ടിലുമെല്ലാം ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും എല്ലാം എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതുപോലത്തെ ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇളയച്ചൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. അത്തരത്തിലെല്ലാം തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവം, അതോടൊപ്പം തന്നെ മറ്റ് കൊലപാതകമായാലും പീഡനമായാലും നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അത് നേരിട്ടുള്ള തെളിവുകളായാലും സാക്ഷിമൊഴികളായാലും എല്ലാം ശേഖരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മ തന്നെ കുട്ടിയുമായി പോയ വഴികളിലെ എല്ലാം തന്നെ ഉള്ള സാക്ഷികളെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ ഓട്ടോയിൽ കുട്ടിയുമായി പോയ ഓട്ടോ, അതിനുശേഷം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിയ ഓട്ടോ, ആ ഓട്ടോയിലെ ഡ്രൈവർമാരുടെ എല്ലാം മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായ തെളിവുകളും സാഹചര്യ തെളിവുകളുമായി മാറും. അതോടൊപ്പം തന്നെയാണ് കുട്ടിയുടെ അമ്മ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞതും ഏറ്റവും പ്രധാന തെളിവാണ്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലെല്ലാം തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനുള്ളൊരു ശ്രമം തന്നെയാവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. രോഹിണി.